തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ കുറച്ചധികം ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കുരുവില്ലാത്ത ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ആപ്രിക്കോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്, അതുപോലെ ഈത്തപ്പഴം ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സോക്ക് ചെയ്യാതെ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കേക്കിന് ഒരു ടേസ്റ്റ് കുറവുണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞെടുത്തതാണ്. അത് നമ്മൾ അതിൻ്റെ അടിയിലുള്ള വെള്ള പോർഷൻ പെടാതെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ ബാറ്ററിൽ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചെറിയ സിമ്മിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഇതിലിട്ട് വിളയിച്ചെടുത്താൽ ഇതിൻ്റെ നല്ല മണമൊക്കെ നന്നായിട്ട് വരും. അതുപോലെ ആ ഒരു കയ്പ്പ് രസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഷുഗർ ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൈകളിലേക്ക് തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരുന്നത് പോലെ തോന്നും. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ലൂസായിട്ട് വരും. അപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. ഇനി ഉണങ്ങിയ ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പകരം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അടിച്ചെടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. പകരം സാദാ പഞ്ചസാര ചേർക്കാം. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, കുറച്ച് ജാതിക്കാപ്പൊടി എന്നിവ കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തരിയൊക്കെ ഇതിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ച് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 ടീസ്പൂൺ തേൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല.
ഇനി ഈ കൂട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കാരമൽ സിറപ്പും അതോടൊപ്പം വിളയിച്ചെടുത്ത ഓറഞ്ചിൻ്റെ തൊലി കൂടി ചേർത്ത് മിക്സാക്കി എടുക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ശേഷം നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 50 മിനിറ്റോളം വേണം ഇത് ബേക്കായി കിട്ടാനായിട്ട്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കഴിഞ്ഞു. നല്ല ബ്രൗൺ കളറിലൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.